കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് നിർണായകം. വിധി എന്ന് പ്രഖ്യാപിക്കുമെന്ന് ഇന്നറിയാം. വിചാരണ ഇന്ന് പൂർത്തിയാക്കിയേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമായ കേസ് 27 തവണയാണ് വാദത്തിൽ വ്യക്തത വരുത്തുന്നതിനായി വിചാരണ കോടതി മാറ്റിവെച്ചത്. അർജുൻ മട്ടന്നൂർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, കേരളം കാത്തിരിക്കുന്ന വിധിയാണ്. ആ വിധി ദിനം എന്നായിരിക്കുമെന്ന് ഇന്നറിയാൻ സാധിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും ആര്യ, കീർത്തന, അതായത് ഏതാണ്ട് 6 വർഷം നീണ്ട വിചാരണക്കൊടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ ഇക്കഴിഞ്ഞ ഏപ്രിൽ പൂർത്തിയായിരുന്നു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ വാദത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി വിചാരണ കോടതി ഈ കേസ് പലതവണ മാറ്റിവെക്കുകയായിരുന്നു. 27 തവണയാണ് കോടതി കേസ് മാറ്റിവെച്ചത്. കഴിഞ്ഞ ആഴ്ചയും കോടതി ഈ കേസ് പരിഗണിച്ചിരുന്നു. ചില കാര്യങ്ങളിൽ പ്രോസിക്യൂഷനോട് മറ്റും വ്യക്തത തേടിയിരുന്നു. ഈ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ രേഖാമൂലം തന്നെ കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഈ വിധി ദിനം എന്ന് ആയിരിക്കുമെന്ന കാര്യം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. 2017 ഫെബ്രുവരി 17 നടിയെ ഓടുന്ന വാഹനത്തിൽ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തത്. ഈ കേസിൽ ആകെ 9 പ്രതികളാണുള്ളത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കുകയായിരുന്നു. ഇതിൽ 1-ാം പ്രതി പൾസർ സുനിയാണ്. ഇതിൽ പിന്നീട് അനുബന്ധ കുറ്റപത്രം നൽകിയപ്പോഴാണ് ദിലീപിനെ കൂടി പ്രതി ചേർത്തത്. ദിലീപ് 8-ാം പ്രതിയാണ്. ബലാത്സംഗ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയത്. അതിനുശേഷം 2018 മാർച്ചിൽ തന്നെ വിചാരണ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷേ ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു നടിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ നൽകുന്നത്, അതിൽ മറ്റൊരു നടൻ പ്രതിയാകുന്നതും. എന്തായാലും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ഈ കേസിലെ വിധി എന്ത് എന്നറിയാൻ വേണ്ടി. മാത്രവുമല്ല, റിപ്പോർട്ട് ടിവിയും ഈ കേസിന്റെ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ മറ്റ് തുടർ നടപടിയിലും നിർണായകമാകുന്ന പല തെളിവുകളും റിപ്പോർട്ട് ടിവി പുറത്തുവിട്ടിട്ടുമുണ്ട്. അത്തരത്തിൽ നമുക്ക് കൂടി അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും വിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അത് ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഇന്ന് അറിയാൻ കഴിയും എന്നായിരിക്കും വിധി ദിനം എന്ന കാര്യം. 6 വർഷം നീണ്ട വിചാരണ 27 തവണ മാറ്റിവെച്ച കേസാണ്. എന്തായാലും ഇന്ന് വിചാരണ പൂർത്തിയായേക്കും. വിധി ദിനം എന്നായിരിക്കും എന്നുള്ളത് ഇന്ന് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.